നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനത്തിന് പിന്നാലെ പൊതുസമ്മേളനത്തിൽ ജനങ്ങളെ അഭിമുഖീകരിച്ച് മോദി. അയോധ്യ വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ലോകം മുഴുവൻ ജനുവരി 22-നായി കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനത്തിലൂന്നി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യവും അവരുടെ പൈതൃകത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ഉയരങ്ങൾ കീഴടക്കുക. ഒരു കാലത്ത് ചെറിയൊരു കൂടാരത്തിൽ കഴിയേണ്ടി വന്ന രാംലല്ലയ്ക്ക് ഇന്ന് വീടൊരുങ്ങിയിരിക്കുകയാണ്. ഒപ്പം രാജ്യത്തെ 4 കോടി വരുന്ന പാവപ്പെട്ടവർക്കും ഇന്ന് വീട് ലഭിച്ചിരിക്കുന്നു. അയോധ്യയിലെ വികസനം അയോധ്യയിലെ ജനങ്ങൾക്കും പുരോഗതി നൽകും. ഇവിടെ പുതിയ ജോലി സാധ്യതകളും അവസരങ്ങളും വർദ്ധിക്കും. ശ്രീരാമൻ എല്ലാവർക്കും സ്വന്തമാണ്. പ്രതിഷ്ഠാദിനം ഓരോ വീടുകളിലും ആഘോഷിക്കണം. താനും വലിയ കൗതുകത്തോടെയാണ് ഈ ദിവസം കാത്തിരിക്കുന്നത്. വികസനവും പാരമ്പര്യവും രാജ്യത്തെ മുന്നോട്ട് നയിക്കും. അയോധ്യയിലെ വികസനം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. അധികാരത്തിലെത്തിയപ്പോൾ സർക്കാർ ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. പറഞ്ഞ വാക്ക് എന്ത് വന്നാലും പൂർത്തിയാക്കുമെന്നും പ്രധാനമന്ത്രി. പ്രതിഷ്ഠാദിനം തന്നെ അയോധ്യയിലേക്ക് ഭക്തരെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. യുപിയിൽ ഉൾപ്പെടെയുള്ള ഭക്തർ സംയമനം പാലിച്ച് അന്നേ ദിവസം വീടുകളിൽ ആഘോഷിച്ച് സമയവും സൗകര്യം അനുസരിച്ച് അയോധ്യയിലേക്ക് എത്താം. രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ പ്രാപ്തമാക്കും. അയോധ്യ സ്മാർട്ട് സിറ്റിയാക്കുക എന്നതാണ് ലക്ഷ്യം. 15,000 കോടിയിലധികം വരുന്ന വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ പദ്ധതികളെല്ലാം രാജ്യത്തിന്റെ ഭൂപടത്തിൽ ആധുനിക അയോധ്യയെ അഭിമാനത്തോടെ പ്രതിനിധീകരിക്കും. തീർത്ഥാടന കേന്ദ്രങ്ങളെ അതിമനോഹരമായി നിലനിർത്തുന്നതാണ് ഇന്നത്തെ ഇന്ത്യ. ഒപ്പം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലും ഭാരതം മുന്നിലാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ, നമോ ഭാരത് ട്രെയിനുകൾ, ഇപ്പോഴിതാ രാജ്യത്തിന് പുതിയ ട്രെയിൻ കൂടി ലഭിച്ചിരിക്കുകയാണ്, അമൃത് ഭാരത് ട്രെയിനുകൾ. ഈ 3 ട്രെയിനുകളും രാജ്യത്തെ റെയിൽവേ മേഖലയുടെ വികസന കുതിപ്പിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം സ്വാഗതം ചെയ്ത് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫാറൂഖ് അബ്ദുള്ള ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുന്നതായും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. രാമൻ ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ല, അതിനാൽ വെറുപ്പ് മാറ്റിവെച്ച് മതസൗഹാർദ്ദത്തിലുള്ള അവസരം ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഈ അവസരത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുന്നു. അവരുടെ ശ്രമം ഫലം കണ്ടിരിക്കുകയാണ്. ചരിത്ര പുസ്തകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: രാമൻ ഹിന്ദുക്കളുടെ മാത്രമല്ല, എല്ലാവരുടെയും ദൈവമാണ്. സാഹോദര്യത്തെയും സ്നേഹത്തെയും ഐക്യത്തെയും കുറിച്ചാണ് രാമൻ സംസാരിച്ചത്. ജനങ്ങളെ മണ്ണിൽ നിന്ന് ഉയർത്തുവാൻ അദ്ദേഹം എപ്പോഴും ഊന്നൽ നൽകി. ഒരിക്കലും അവരുടെ മതമോ ഭാഷയോ ചോദിച്ചില്ല. അദ്ദേഹം ഒരു സാർവത്രിക സന്ദേശം നൽകി. ഇപ്പോൾ ഈ ക്ഷേത്രം തുറക്കാൻ പോവുകയാണ്. ആ സാഹോദര്യം നിലനിർത്താൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത്. രാമക്ഷേത്രം നിർമ്മിക്കുന്നതിൽ സന്തോഷവനാണെന്ന് നേരത്തെയും ഫാറൂഖ് അബ്ദുള്ള വ്യക്തമാക്കിയിരുന്നു. രാമൻ BJPയുടെ പ്രതിനിധി അല്ല എന്നും ലോകത്തിന്റെ പ്രതിനിധിയാണെന്നുമായിരുന്നു അന്ന് പറഞ്ഞത്. തന്നെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിലുള്ള നിരാശയും അദ്ദേഹം മറച്ചുവെച്ചിരുന്നില്ല. അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്കുള്ള ക്ഷേത്ര നിർമ്മാണ സമിതിയുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ ഇനിയും തീരുമാനം പറയാതെ കോൺഗ്രസ്. വിഷയത്തിൽ കരുതലോടെ നീങ്ങിയാൽ മതിയെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. ക്ഷണം കിട്ടിയെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വ്യക്തമാക്കി. അതേസമയം അയോധ്യ വിഷയത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് ഹൈക്കമാൻഡ് സംസ്ഥാന ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്ഷണം രാഷ്ട്രീയ ചർച്ചയാക്കിയത് BJPയുടെ കുരുക്കാണെന്നാണ് AICC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇത് മനസ്സിലാക്കി വേണം വിഷയത്തിൽ ഇടപെടാനെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ അയോധ്യ BJP ആയുധമാക്കുന്നുവെന്ന പ്രചരണം ശക്തമായി ഉന്നയിച്ചുകൊണ്ട് തന്നെ ഉദ്ഘാടന ചടങ്ങിന് അവസാന നിമിഷം മുതിർന്ന നേതാക്കൾ പങ്കെടുത്തേക്കുമെന്ന സൂചനയുമുണ്ട്. ക്ഷണം സ്വീകരിക്കാതിരുന്നാൽ അത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെതിരെ BJP പ്രചരണായുധമാക്കുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുന്നത് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യയിൽ ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവും പാർട്ടി നേതൃത്വത്തിനുണ്ട്. പങ്കെടുക്കരുതെന്ന് കഴിഞ്ഞ ദിവസം K. മുരളീധരൻ MP പരസ്യമായി പറഞ്ഞത് കൂടുതൽ സമർത്ഥമേറ്റി. സമസ്തയുടെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗവും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വിഷമവൃത്തത്തിലാക്കിയിട്ടുണ്ട്. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന CPM നിലപാട് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വെള്ളിയാഴ്ചയും ആവർത്തിച്ചു. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള BJPയുടെ നീക്കത്തെ അംഗീകരിക്കാനാവില്ല എന്ന് യെച്ചൂരി പറഞ്ഞു. നന്ദി, നമസ്കാരം.